പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 10 10ാമത്തെ ചാപ്റ്ററാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂൾ, മുഗൾ രാജഭരണത്തിൻ്റെ സ്ഥാപനം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൽഹി സുൽത്താൻമാരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഡൽഹി സുൽത്താൻമാരുടെ ഭരണ പരാജയത്തിന് ശേഷം പിന്നീട് വന്ന ഭരണാധികാരികളാണ് മുഗൾ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ രാജാവ് അല്ലെങ്കിൽ ഒന്നാമത്തെ സുൽത്താൻ ബാബറായിരുന്നു. മുഗൾ ചക്രവർത്തിമാരിൽ ഒന്നാമത്തെയാൾ ബാബറാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സാഹിറുദ്ദീൻ മുഹമ്മദ്. അദ്ദേഹമാണ് ബാബർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇതിൽ 109ാമത്തെ പേജ് നോക്കൂട്ടോ. 109ാമത്തെ പേജ്, ട്രേസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ അണ്ടർ ബാബർ. ബാബറുടെ കീഴിൽ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനത്തെ വിലയിരുത്തുക. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര ആരംഭിക്കുന്നത് സാഹിറുദ്ദീൻ മുഹമ്മദിൽ നിന്നാണ്. അതായത് അദ്ദേഹം ബാബർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1483 അദ്ദേഹം ജനിക്കുന്നത്. 1494 മധ്യേഷ്യയിലെ ഒരു പ്രമുഖ പർഗാനയിലെ രാജാവായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണം ആരംഭിക്കുന്നത്. ശേഷം 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. കാബൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ. 1505 അദ്ദേഹം കാബൂൾ പിടിച്ചെടുത്തു. ഇതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയെ ആക്രമിക്കുന്നത്. ഇന്ത്യയെ ആക്രമിക്കുവാൻ ബാബറിനെ പ്രേരിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, ഇന്ത്യയിലുള്ള ധാരാളം സമ്പത്തിനെ കുറിച്ച് അദ്ദേഹം കേട്ടറിയുകയും അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെ കുറിച്ച് ബാബർ കേട്ടറിയുകയും അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിലും നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ. അതായത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചെറു രാജാക്കന്മാരാണ്, നാട്ടുരാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. ഇവർ പലപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തിയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗമായിരുന്ന പഞ്ചാബിലും ഇതേ അവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഇങ്ങനെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ പരസ്പരം ആക്രമിക്കപ്പെടുമ്പോൾ അത് ഈ ഭാഗങ്ങൾ കീഴടക്കുവാൻ ബാബറിന് എളുപ്പമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിലും നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ. മൂന്നാമത്തത്, പർഗാനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ ഇന്ത്യയെ ഒരു അഭയസ്ഥാനമാക്കാം എന്ന ധാരണ. അതായത് പർഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2-3 ജില്ലകളോ അല്ലെങ്കിൽ 2-3 സംസ്ഥാനങ്ങളൊക്കെ ചേർന്നാലുള്ള ഒരു പ്രദേശമാണ് പർഗാനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്നത് ഇപ്പോൾ എവിടെയാണ്? കാബൂളിലാണ്. കാബൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ്. ആ ഭാഗത്താണ് അദ്ദേഹം ഭരണം നടത്തുന്നത്. അവിടെ നിന്നും എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ബാബറിന് ഇന്ത്യയെ ഒരു അഭയസ്ഥാനം, അതായത് ഇനി ഇന്ത്യയിൽ താമസിക്കാം എന്നുള്ള ഒരു മുൻകരുതൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, പർഗാനയിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ, സ്ഥാനഭ്രഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനം അല്ലെങ്കിൽ ചക്രവർത്തി സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യയെ ഒരു അഭയസ്ഥാനം ആക്കാം. അഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുമല്ലോ, ഒരു സേഫായിട്ടുള്ള സ്ഥലമായിട്ട് ഇന്ത്യയെ കണക്കാക്കാം എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഇനി നാലാമത്തെ കാര്യം, ഇന്ത്യയിലെ രജപുത്രരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടുവാൻ വേണ്ടി ബാബറുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു ഭരണവിഭാഗമായിരുന്നു രജപുത്രന്മാർ എന്ന് പറയുന്ന ആളുകൾ, ഒരു വിഭാഗം. ഈ രജപുത്രന്മാരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടുവാൻ വേണ്ടി പല സമയങ്ങളിലും ബാബറുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബറിനേക്കാൾ കഴിവില്ലാത്ത ആളുകളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ബാബർ മനസ്സിലാക്കുകയും
അവരെ കീഴടക്കി കഴിഞ്ഞാൽ, രജപുത്രന്മാരെയൊക്കെ കീഴടക്കി കഴിഞ്ഞാൽ ഇന്ത്യയെ കീഴടക്കാമെന്നുള്ള ഒരു ധാരണ ബാബറിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങൾ കാരണമായിട്ടാണ് ബാബറെ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം 1518 ബീരാ കോട്ട ആക്രമിച്ചുകൊണ്ടാണ് ഇന്ത്യയെ കീഴ്പ്പെടുത്തുന്നതിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. 1518 അദ്ദേഹം ആദ്യമായി ബീരാ കോട്ട ആക്രമിക്കുന്നത്. അതിനുശേഷം 1525 അദ്ദേഹം പെഷവാറിലെത്തി. പെഷവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഒരു ഭാഗമാണ് പെഷവാർ. ഇദ്ദേഹത്തിൻ്റെ വരവിനെ തുടർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത്ത് ഖാൻ ലോധി കീഴടങ്ങി. അതായത് ഡൽഹി സുൽത്താൻമാരുടെ ഭരണകാലഘട്ടങ്ങളിലെ അവസാനത്തെ വിഭാഗമായിരുന്നു ലോധി വംശം. അപ്പോൾ ലോധി വംശത്തിൽപ്പെട്ട ദൗലത്ത് ഖാൻ ലോധിയാണ് ആ സമയത്ത് പഞ്ചാബ് ഭരിച്ചിരുന്നത്. ബാബറിൻ്റെ വരവോടുകൂടി അദ്ദേഹം ബാബറിന് കീഴടങ്ങുകയും പഞ്ചാബിൻ്റെ അധിപനായി ബാബർ മാറുകയും ചെയ്തു. പഞ്ചാബിനെ ബാബർ കീഴ്പ്പെടുത്തി എന്നർത്ഥം. ഇങ്ങനെ പഞ്ചാബ് കീഴ്പ്പെടുത്തിയ ശേഷം ബാബർ അടുത്തതായി ശ്രദ്ധ പുലർത്തിയത് ഡൽഹിക്ക് നേരെയായിരുന്നു. ഈ സമയത്ത് ഡൽഹി സുൽത്താനായിരുന്നത് ഇബ്രാഹിം ലോധി ആയിരുന്നു. അങ്ങനെ ഇബ്രാഹിം ലോധിയെ അദ്ദേഹം പരാജയപ്പെടുത്തുകയും ഡൽഹി സ്വന്തമാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഡൽഹി സുൽത്താൻമാരുടെ പതനം അവസാനിക്കുകയും മുഗൾ ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് പാനിപ്പത്ത് യുദ്ധം. ഒന്നാം പാനിപ്പത്ത് യുദ്ധം എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം വർഷം 1526. ഒരു മാർക്കിനൊക്കെ വരാവുന്നൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526. ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധം, അതായത് പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇബ്രാഹിം ലോധിയും ലോധി വംശത്തിൽപ്പെട്ട ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഇബ്രാഹിം ലോധിയുടെയും ബാബറുടെയും സൈന്യം 1526 ഏപ്രിൽ 20 ചരിത്ര പ്രസിദ്ധമായ പാനിപ്പത്ത് യുദ്ധക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടി. പാനിപ്പത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബാബറുടെ കുതിരപ്പടയുടെ നീക്കത്തിന് മുന്നിൽ ഇബ്രാഹിം ലോധിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതായത് വലിയ ഒരു സൈന്യവുമായിട്ടാണ് ഇബ്രാഹിം ലോധിയെ ബാബർ ആക്രമിച്ചത്. ഏതാണ്ട് ഒരു പകൽ കൊണ്ട് അവസാനിച്ച യുദ്ധം, വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു യുദ്ധമായിരുന്നു. 15,000-ഓളം ഭടന്മാർ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അന്നത്തെ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയും കൊല്ലപ്പെട്ടു. ഈ യുദ്ധത്തെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്നറിയപ്പെടുന്നത്. അതായത് ലോധി വംശത്തിൽപ്പെട്ട അന്നത്തെ ഡൽഹി സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ പാനിപ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം നടക്കുകയും ഒരു പകൽ കൊണ്ട് അവസാനിച്ച യുദ്ധത്തിൽ 15,000 ഭടന്മാരോടൊപ്പം ഇബ്രാഹിം ലോധിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തെയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു യുദ്ധം കൂടിയായിരുന്നു ഇത്. അതായത് ഈ ഒരു യുദ്ധത്തോടു കൂടെയാണ് ബാബർ ഇന്ത്യയിൽ തൻ്റെ ഭരണം ആരംഭിക്കുന്നത്. ഇനി ബാബർ നടത്തിയ രണ്ടാമത്തെ പ്രധാനപ്പെട്ട യുദ്ധമാണ് ഗന്ന യുദ്ധം. അതായത് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തെ തുടർന്ന് വന്ന യുദ്ധമാണ് ഗന്ന യുദ്ധം. 1526 ഗന്ന യുദ്ധം നടക്കുന്നത്. അതായത് പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം ബാബർ നേരിടേണ്ടി വന്ന ശക്തനായ രാജാവായിരുന്നു റാണാസംഗ. റാണാസംഗ ആഗ്രക്കടുത്തുള്ള ഗന്ന എന്ന സ്ഥലത്ത് വെച്ച് റാണാസംഗയും ബാബറുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. വളരെ ശക്തമായ പ്രതിയോഗം റാണാസംഗ കാണിച്ചുവെങ്കിലും ബാബറുടെ സൈന്യത്തിന് മുമ്പിൽ റാണാസംഗക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ യുദ്ധക്കളത്തിൽ നിന്ന് റാണാസംഗ ഓടി രക്ഷപ്പെടുകയും പിന്നീട് മരിക്കുകയുമാണ് ചെയ്തത്. ഈ റാണാസംഗയുടെ മരണത്തോടുകൂടി ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി മാറുകയും ചെയ്തു. അപ്പം അദ്ദേഹം ആദ്യം പഞ്ചാബാണ് കീഴ്പ്പെടുത്തിയത്.
പിന്നെ അതിനു മുകളിലുള്ള ഉത്തരേന്ത്യ മുഴുവനായിട്ടും ഗന്ന യുദ്ധത്തോടുകൂടെ ബാബറുടെ കീഴിൽ വരുന്നുണ്ട്. ഇനി ഗന്ന യുദ്ധത്തെ തുടർന്ന് വരുന്ന യുദ്ധമാണ് ഗോഗ്ര യുദ്ധം. 1529 ഗോഗ്ര യുദ്ധം നടക്കുന്നത്. അതായത് ഡൽഹിയും ആഗ്രയും ഉത്തരേന്ത്യയും അടക്കം ഈ പ്രദേശങ്ങളെല്ലാം ബാബറുടെ കീഴിൽ വന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം കിഴക്കേ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ആക്രമിക്കുന്നത്. അതായത് ഈ ഡൽഹിയും ആഗ്രയും ഈ പ്രദേശങ്ങളെല്ലാം ബാബറുടെ കീഴിൽ വന്നപ്പോൾ കിഴക്കേ ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ആധിപത്യം തുടർന്നിരുന്നു. ഈ അഫ്ഗാൻകാർ പലപ്പോഴും ബാബർക്കൊരു ശല്യമായിരുന്നു. ഇങ്ങനെ അഫ്ഗാൻകാരുടെ ശല്യം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കേ ഭാഗത്തേക്ക് നീങ്ങുന്നത്. 1529 മെയ് 6 ബാബറും അതുപോലെ തന്നെ അഫ്ഗാൻകാരും ബാബറുടെ സൈന്യവും അഫ്ഗാൻ സൈന്യവും തമ്മിൽ ഗോഗ്ര നദീതീരത്ത് വെച്ച് ഏറ്റുമുട്ടി. ഗോഗ്ര നദീതീരത്ത്, അങ്ങനെയാണ് ഇതിന് ഗോഗ്ര യുദ്ധം എന്ന പേര് വരുന്നത്. യുദ്ധത്തിൽ പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാനികൾ ബാബർക്ക് വഴങ്ങി. ഈ ശക്തമായ യുദ്ധത്തിൽ ബാബറുടെ സൈന്യം അഫ്ഗാൻ സൈന്യത്തിനെ കീഴടക്കുന്നുണ്ട്. അങ്ങനെ ഈ അഫ്ഗാൻ പ്രദേശങ്ങളടക്കം ബാബറുടെ കീഴിൽ വരികയും ഈ 3 യുദ്ധത്തോടു കൂടെ, അതായത് ഒന്നാം പാനിപ്പത്ത് യുദ്ധം, ഗന്ന യുദ്ധം, ഗോഗ്ര യുദ്ധം, ഈ പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളോടുകൂടെ വലിയ ഒരു പ്രദേശം ബാബറുടെ കീഴിൽ വന്നു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് ബാബർ അടിത്തറ പാകുന്നത്. കൃത്യമായ ഒരു മുഗൾ ഭരണം ആരംഭിക്കുന്നത് ഈ പ്രധാനമായിട്ടുള്ള 3 യുദ്ധത്തോടു കൂടെയാണ്. ഈ കീഴടക്കിയ പ്രദേശങ്ങളെ ഒരു ശക്തമായ രീതിയിൽ ഭരണ സംവിധാനം ഏർപ്പെടുത്തുവാൻ പലപ്പോഴും ബാബർക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള ഒരു കാരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാലമത്രയും അദ്ദേഹം യുദ്ധം ചെയ്യുവാനും കലാപങ്ങൾ ഒതുക്കി തീർക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കീഴടക്കിയ പ്രദേശങ്ങളെ ഏകീകരിച്ചുകൊണ്ട് ഭരണം നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പല രാജാക്കന്മാർക്കുമുള്ള ഒരു പോരായ്മയാണ്. പല പ്രദേശങ്ങളും കീഴടക്കും, പക്ഷേ അതിനെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തുവാനോ ഈ പ്രദേശങ്ങളെയൊക്കെ ഏകീകരിച്ച് കൊണ്ടുപോകുവാനോ പല രാജാക്കന്മാർക്കും സാധിക്കില്ല. ബാബർക്കും ഇതേ ഒരു സ്ഥിതിയാണ് സംഭവിച്ചത്. കീഴടക്കിയ പ്രദേശങ്ങളെ ഏകീകരിച്ച് ഒറ്റ ഭരണ സംവിധാനത്തിലൂടെ കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയിലൊരു സാമ്രാജ്യം സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ വലിയ യുദ്ധങ്ങൾ നടത്തുകയും ധാരാളം പ്രദേശങ്ങൾ അദ്ദേഹം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉജ്ജ്വല സേനാനായകനായും യുദ്ധതന്ത്രജ്ഞനുമായിരുന്ന ബാബർ മികച്ച ഒരു എഴുത്തുകാരനുമായിരുന്നു. യുദ്ധത്തോടു കൂടെ തന്നെ അദ്ദേഹം ഒരു കലാകാരനും എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ബാബർ നാമ. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബാബറുടെ ആത്മകഥയുടെ പേര് ബാബർ നാമ. ഒരു വ്യക്തി എന്ന നിലയിൽ ബാബർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം കൂടെയാണ് ബാബർ നാമ. ഈ കാര്യങ്ങളാണ് ബാബറിനെ കുറിച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷേർഷയെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷേർഷാ. ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ വിവരിക്കുക. മുഗൾ ഭരണത്തെ തുടർന്ന് വന്ന രാജാവാണ് ഷേർഷാ. ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് എന്നായിരുന്നു. ഫരീദ് എന്നാണ് ഷേർഷയുടെ യഥാർത്ഥ പേര്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണകർത്താക്കളിൽ ഒരാളായിരുന്നു ഷേർഷാ. അദ്ദേഹം ബീഹാറിലെ രാജാവായിരുന്നു. ബീഹാറിലെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഭരണ മേഖല ബീഹാറിലായിരുന്നു. അതുപോലെ ബീഹാറിലെ രാജാവാണ് ഇദ്ദേഹത്തിന് ഫരീദ് ഷേർഖാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. അവിടുത്തെ രാജാവാണ് ഷേർഖാൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ബീഹാറിലെ പരമാധികാരിയായി മാറുകയും ചെയ്തു.
ശേഷം ചുനാർ കോട്ടയുടെ ആധിപത്യം അദ്ദേഹത്തിൻ്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു. ബീഹാറിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കോട്ടയാണ് ചുനാർ കോട്ട. ഈ ചുനാർ കോട്ടയുടെ മുഴുവൻ ആധിപത്യവും ഷേർഖാൻക്കായിരുന്നു. ഷേർഖാൻ അല്ലെങ്കിൽ ഷേർഷാ ഫരീദ് അദ്ദേഹത്തിനായിരുന്നു. ഈ ചുനാർ കോട്ടയുടെ ആധിപത്യമാണ് അദ്ദേഹത്തിൻ്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചത്. പിന്നീട് ഷേർഖാൻ ഫരീദുദ്ദീൻ ഷേർഖാൻ എന്ന സ്ഥാനപ്പേരോടുകൂടി ഡൽഹി സിംഹാസനത്തിൽ അവരോധിതനായി. അതായത് ഡൽഹി സുൽത്താനേറ്റിൽ കയറുമ്പോൾ, ഭരണമേറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഫരീദുദ്ദീൻ ഷേർഖാൻ എന്നായിരുന്നു. അപ്പം അദ്ദേഹത്തിന് 2-3 പേരുകളുണ്ട്. ഒന്നാമത്തത് യഥാർത്ഥ പേര് ഫരീദ് എന്നാണ്. യഥാർത്ഥ പേര് ഫരീദ്. പിന്നീട് ഷേർഷാ എന്ന പേരിൽ അറിയപ്പെട്ടു, ഷേർഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടു, അവസാനം ഫരീദുദ്ദീൻ ഷേർഖാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഏതായിരുന്നാലും ഷേർഷാ എന്ന ചുരുക്കപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ഇനി പറയുന്നത്. ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ 111-ാമത്തെ പേജ് നോക്കൂട്ടോ. ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണപരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഷേർഷാ. അദ്ദേഹത്തിൻ്റെ 5 വർഷത്തെ ഭരണകാലത്തിൽ ധാരാളം പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണ വ്യവസ്ഥ, അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. ഇദ്ദേഹത്തിൻ്റെ ഭരണരീതി കേന്ദ്ര ഭരണമായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണസിരാ കേന്ദ്രം എല്ലാം സുൽത്താനിൽ അധിഷ്ഠിതമായിരുന്നു. അതായത് നമ്മൾ അവസാന വാക്യം എന്നൊക്കെ പറയാമല്ലോ, അത് ഷേർഷയായിരുന്നു. ഷേർഷാ തൻ്റെ കീഴിൽ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനമാണ് നടപ്പിലാക്കിയിരുന്നത്. കേന്ദ്ര ബിന്ദു ഷേർഷയായിരുന്നു. എല്ലാ പരിപൂർണ അധികാരവും ഷേർഷക്കായിരുന്നു എന്നർത്ഥം. ഇനി ജനഹിതത്തെ ആധാരമാക്കിയുള്ളതായിരുന്നു ഭരണം. ജനഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഭരണമാണ് ഷേർഷാ പലപ്പോഴും നടത്തിയിരുന്നത്. ഷേർഷാ അദ്ദേഹത്തിൻ്റെ ഭരണം സുഗമമാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനെ പ്രവിശ്യകളാക്കി തരംതിരിച്ചിരുന്നു. പ്രവിശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2-3 സംസ്ഥാനങ്ങളൊക്കെ ചേരുന്ന ഒരു പ്രദേശമാണ് പ്രവിശ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രവിശ്യകളാക്കി തരംതിരിച്ചു. പ്രവിശ്യകളെ അവിടുത്തെ സ്ഥാനം, അധികാരമുണ്ടായിരുന്നത് ഗവർണർക്കായിരുന്നു. പ്രവിശ്യകൾ ഭരണം നടത്തിയിരുന്നത് ഗവർണറായിരുന്നു. ഇനി പ്രവിശ്യകളെ വീണ്ടും സർക്കാരുകൾ എന്ന പേരിൽ തരംതിരിച്ചിരുന്നു. സർക്കാരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജില്ലകൾ എന്നൊക്കെ പറയാൻ പറ്റും. ഇന്നത്തെ ജില്ലകൾ, അതായത് ഇന്നത്തെ 2-3 ജില്ലകളൊക്കെ ചേരുന്ന ഒരു പ്രദേശമായിരിക്കും അന്നത്തെ സർക്കാരുകൾ എന്ന് പറയുന്നത്. അവിടെ ഭരണം നടത്തിയിരുന്നത് ഷിക്ദാരി അല്ലെങ്കിൽ ഷിക്ദാരൻ. ഷിക്ദാരൻ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അങ്ങനെ ഷിക്ദാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി അതിനെ വീണ്ടും പർഗാനകൾ എന്ന പേരിൽ തരംതിരിച്ചു. നമ്മൾ ഇന്നത്തെ താലൂക്കുകളോ അല്ലെങ്കിൽ 2-3 താലൂക്കുകളൊക്കെ ചേരുന്ന പ്രദേശങ്ങളായിരിക്കാം പർഗാനകൾ എന്ന് പറയുന്നത്. പർഗാനകളെ ഭരിച്ചിരുന്നത് അമീനായിരുന്നു. പർഗാനകൾ ആരായിരുന്നു? അമീനാണ് ഭരിച്ചിരുന്നത്. പിന്നെ പർഗാനകളെ വീണ്ടും തരംതിരിച്ചിരുന്നത് ഗ്രാമങ്ങളായിട്ട്. പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറ്റവും താഴെ സ്ഥാനത്തുള്ളതാണ് ഗ്രാമങ്ങൾ. ഗ്രാമങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. നമ്മളിപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറയാമല്ലോ, വാർഡ് മെമ്പർമാർ. അങ്ങനെയുള്ള ഗ്രാമങ്ങളാക്കി തരംതിരിക്കുകയും ഗ്രാമപഞ്ചായത്തിനാണ് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നത്. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആദ്യം സാമ്രാജ്യത്തെ പ്രവിശ്യകളാക്കി തരംതിരിച്ചു, പ്രവിശ്യകളെ സർക്കാരുകളായി തരംതിരിച്ചു, സർക്കാരുകളെ പർഗാനകളാക്കി തരംതിരിച്ചു, പർഗാനകളെ ഗ്രാമങ്ങളാക്കി തരംതിരിച്ചു. ഇങ്ങനെ ഭരണം ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണ ജനങ്ങളിലേക്ക് വരെ എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ഈ താഴെ തട്ടിലേക്ക് തരംതിരിച്ച് കൊണ്ടുപോയത്. എന്നിരുന്നാലും കേന്ദ്ര ബിന്ദു സുൽത്താനായിരുന്നു, അതായത് ഷേർഷയായിരുന്നു. ഇനി
അദ്ദേഹം കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കരണങ്ങളാണ് ഭൂനികുതി പരിഷ്കാരങ്ങൾ. അതായത് സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തായിരുന്നു? ഭൂനികുതിയായിരുന്നു, നികുതിയായിരുന്നു. ആ നികുതിയിൽ തന്നെ പ്രധാനപ്പെട്ട വരുമാനം ഭൂനികുതിയായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം ധാരാളം പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത് റവന്യൂ രംഗത്തെ പരിഷ്കരണങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഷേർഷയുടെ ഏറ്റവും ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ റവന്യൂ രംഗത്താണ്. അദ്ദേഹം ചെയ്തൊരു കാര്യം കൃഷിഭൂമിയെ അളന്ന് തിട്ടപ്പെടുത്തുകയും ഫലഭൂയിഷ്ഠതയുടെ അടിസ്ഥാനത്തിൽ നല്ലത്, ഇടത്തരം, മോശം എന്നിങ്ങനെ 3ആയി തരംതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ മുമ്പൊക്കെ രാജാക്കന്മാർ കൃഷി അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നികുതി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഷേർഷാ ചെയ്തിരുന്നൊരു കാര്യം ഭൂമിയെ 3ആക്കി തരംതിരിച്ചു. നല്ല വരുമാനം ലഭിക്കുന്ന കൃഷിഭൂമി, അതായത് നല്ല ഭൂമി, അതുപോലെ തന്നെ ഇടത്തരം ഒരു ആവറേജ് രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഭൂമി, ഇനി മോശം ഭൂമി, അതായത് തീരെ വരുമാനമില്ലാത്ത തരിശായി കിടക്കുന്ന ഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ 3ആക്കി തരംതിരിച്ചിരുന്നു. ഇങ്ങനെ 3 തരം ഭൂമിയുടെയും മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ശരാശരിയുടെ 1/3 നികുതി നൽകിയിരുന്നത്. അതായത് എത്ര വരുമാനമുണ്ടോ അതിനെ 3 ഭാഗമാക്കുകയും അതിൽ ഒരു ഭാഗമാണ് ടാക്സായിട്ട് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ നല്ല ഭൂമിയിൽ നിന്ന് നല്ല കൃഷി വരുമാനമുണ്ടാകുമ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. മോശം ഭൂമിയിൽ നിന്ന് എന്താണോ വരുമാനം ലഭിച്ചത് അതിൻ്റെ 3 ഭാഗമാക്കി ഒരു ഭാഗം കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാമത്തെ നല്ല ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതും മോശം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിനും വ്യത്യാസമുണ്ടായിരിക്കും. ഇത് കർഷകർക്കും ബുദ്ധിമുട്ടില്ല, കാരണം വരുമാനത്തിൻ്റെ 1/3 കൊടുത്താൽ മതി. എന്നാൽ ചില രാജാക്കന്മാരൊക്കെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രഭുക്കന്മാർ ടാക്സ് കൊടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിന്നെല്ലാം ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടായിരുന്നു ഷേർഷാ ടാക്സ് നികുതി ഇനങ്ങൾ കണക്കാക്കിയിരുന്നത്. അതുപോലെ മുക്കാഡംസ്, പട്ടുവാരീസ് എന്നീ ഇടനിലക്കാരുടെ സേവനം നികുതി പിരിവിനായി ഷേർഷാ ഉപയോഗിച്ചിരുന്നു. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മുക്കാഡംസ്, പട്വാരീസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നികുതി പിരിവിനായി അല്ലെങ്കിൽ നികുതി പിരിക്കുന്ന ആളുകളാണ് മുക്കാഡംസ്, പട്വാരീസ് എന്ന് പറയുന്നത്. ഷേർഷാ ഇടനിലക്കാരുടെ സേവനം നികുതി പിരിവിനായി ഉപയോഗിച്ചിരുന്നു. അവരെ പറയുന്ന പേരാണ് മുക്കാഡംസ്, പട്വാരീസ്. ഇനി കൃഷിഭൂമിയുടെ വിസ്തീർണം, കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ, ഓരോ കൃഷിക്കാരനും നൽകേണ്ട നികുതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയ രേഖ, നമ്മൾ പട്ടയം എന്നൊക്കെ പറയലത് പട്ട എന്ന് പറയും കേട്ടോ, അത് ഓരോ കർഷകനും മുൻകൂട്ടി നൽകിയിരുന്നു. അതായത് കൃഷിക്കാരൻ ഏത് ധാന്യമാണ് കൃഷി ചെയ്യുന്നത്, അതുപോലെ കൃഷിക്കാരൻ നൽകേണ്ട നികുതി എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി നേരത്തെ തന്നെ കൃഷിക്കാരന് നൽകിയിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഓരോ കർഷകനും നികുതി നൽകേണ്ടത്. ഇനി മറ്റൊരു കാര്യം, ടാക്സ് നികുതി സാധനമായിട്ടും പണമായിട്ടും അടക്കാമായിരുന്നു. നമ്മൾ ചില രാജാക്കന്മാർ നിർബന്ധമായിട്ടും പണം അടക്കണമെന്ന് പറഞ്ഞിരുന്നു. ടാക്സായിട്ട് സാധനങ്ങൾ പറ്റുകയില്ല, പണമായിട്ട് തന്നെ നൽകണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഷേർഷാ സാധനമായിട്ടും പണമായിട്ടും നികുതി സ്വീകരിച്ചിരുന്നു. ഇനി പണമായി നികുതി അടക്കുന്നതിനെയാണ് പൊതുവെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. മാത്രമല്ല അദ്ദേഹം വിളനാശം സംഭവിക്കുമ്പോൾ നികുതി ഇളവും അതുപോലെ കാർഷിക ലോണുകളും കൃഷിക്കാർക്ക് നൽകിയിരുന്നു. ഇനി എന്തെങ്കിലും സാഹചര്യത്താൽ കൃഷി നശിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതിന് ടാക്സ് ഇളവ് നൽകിയിരുന്നു. മാത്രമല്ല കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിത്ത്, വളങ്ങൾ, പിന്നെ ആവശ്യമാണെങ്കിൽ ലോണ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ അദ്ദേഹം കർഷകർക്ക് വേണ്ടി നൽകിയിരുന്നു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വേണ്ട സേവന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഷേർഷാ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ഷേർഷയുടെ വ്യാപാര വാണിജ്യ രംഗത്തെ പരിഷ്കരണങ്ങളാണ് ഇനി പറയുന്നത്. 112-ാമത്തെ പേജിൽ നോക്കൂ. ഇദ്ദേഹം
കൃഷിയിൽ ധാരാളം കൃഷി മേഖലയിൽ കാർഷിക മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുപോലെ തന്നെ വാണിജ്യ മേഖലയിലും ധാരാളം പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് വാണിജ്യ വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്ന നികുതികൾ പലതും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വാണിജ്യ വ്യവസായങ്ങളെ വികസിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് പല അനുയോജ്യമല്ലാത്ത നികുതികളും ഒഴിവാക്കിയത്. അതുപോലെ ധാരാളം റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ധാരാളം റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് വാണിജ്യ ആവശ്യങ്ങൾക്കും സൈനിക ആവശ്യങ്ങളും പരിഗണിച്ചാണ് ഇത്തരത്തിൽ ധാരാളം റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ റോഡരികിൽ ധാരാളം തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പുറമെ 1700 സരായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമ കേന്ദ്രങ്ങൾ, 1700 വിശ്രമ കേന്ദ്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാകുമ്പോൾ അവർക്ക് നിസ്കരിക്കുവാനോ അംഗശുദ്ധി വരുത്തുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഈ വിശ്രമ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്തത് നെക്സ്റ്റ് പറയുന്നത് ഷേർഷയുടെ നീതിന്യായ വ്യവസ്ഥയാണ്. ഇദ്ദേഹം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ നിഷ്പക്ഷത പാലിച്ച ഒരു ഭരണാധികാരിയായിരുന്നു ഷേർഷാ. അതായത് അദ്ദേഹം നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ വലുപ്പ ചെറുപ്പം നോക്കിയിരുന്നില്ല. അതുപോലെ തന്നെ രാജവംശത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും യാതൊരു പരിഗണനയും അദ്ദേഹം നൽകിയിരുന്നില്ല. അപ്പോൾ വലിപ്പ ചെറുപ്പം നോക്കാതെ രാജവംശത്തിൽപ്പെട്ട ആളുകളെ ഒന്നും നോക്കാതെ എല്ലാവർക്കും തുല്യമായ നീതിയാണ് ഷേർഷാ നടപ്പിലാക്കിയിരുന്നത്. 1554 ഷേർഷാ മരണപ്പെടുന്നത്. 1554 ഷേർഷാ മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷേർഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എക്സാമിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ, ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ. ഇനി ഇതിൽ 2-3 പോയിൻ്റ് കൂടെ പറയുന്നുണ്ട്. ഈ ഷേർഷയുടെ മരണത്തിന് ശേഷം വന്ന ഭരണാധികാരികൾ ദുർബലരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കലാപങ്ങൾ ഉയർത്തുകയും ഒരു സ്ഥിരമായ ഭരണം നിലനിർത്തി കൊണ്ടുപോകുവാൻ ഇദ്ദേഹത്തിൻ്റെ ശേഷക്കാർക്ക് സാധിച്ചില്ല. ഈ ഒരു സാഹചര്യം ഹുമയൂൺ എന്ന് പറയുന്ന ഭരണാധികാരി മുതലെടുക്കുകയും അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം തന്നെ ഡൽഹിയെ തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ശേഷം പറയുന്നുണ്ട്. അതായത് ഹുമയൂൺ ഡൽഹി കീഴടക്കിയെങ്കിലും തിരിച്ചു പിടിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഒരു സാമ്രാജ്യം ഭദ്രമായ നിലയിൽ കൊണ്ടുപോകുവാൻ ഹുമയൂണിന് സാധിക്കുന്നില്ല. ഹുമയൂണിന് വീണ്ടും അദ്ദേഹത്തിൻ്റെ രാജപദവി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിനി നെക്സ്റ്റ് പറയുന്നത് 113-ാമത്തെ പേജിലെ 5-ാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ഹുമയൂൺ കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻ? ഹുമയൂൺ എങ്ങനെയാണ് തൻ്റെ പദവി നിലനിർത്തിയത്? ഹുമയൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബറിൻ്റെ പുത്രനാണ് ഹുമയൂൺ. അതായത് മുഗൾ രാജവംശ സ്ഥാപകനായിട്ടുള്ള ബാബർ, അദ്ദേഹത്തിൻ്റെ മകനാണ് ഹുമയൂൺ. അപ്പോൾ ഈ ബാബറുടെ മരണത്തിന് ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ഹുമയൂൺ. അദ്ദേഹം തൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ശല്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഹുമയൂണിൻ്റെ സഹോദരന്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ നൽകിയെങ്കിലും അവർ അധികാരമോഹികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിശ്വസ്തരായ ആളുകളായിരുന്നില്ല അവർ. അതുകൊണ്ട് ഏത് സമയവും ഹുമയൂണിൻ്റെ അധികാരം നഷ്ടപ്പെടാമെന്നുള്ള സാഹചര്യമാണ് പലപ്പോഴും നിലനിന്നിരുന്നത്. അധികാരമേറ്റ ഉടൻ തന്നെ ഹുമയൂണ് കലിഞ്ചാർ കോട്ട അതുപോലെ തന്നെ ജോൺപൂർ 2 പ്രദേശങ്ങൾ ആക്രമിച്ചു. ഒന്നാമത്തത് കലിഞ്ചാർ കോട്ട ആദ്യം ആക്രമിച്ചു, ശേഷം ജോൺപൂർ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം അഫ്ഗാനിസ്ഥാനെതിരെ ശ്രദ്ധ തിരിച്ചു. അതായത് ഹുമയൂൺ അടുത്ത പടിയായിട്ട് ചെയ്തത് ചുനാർ കോട്ട ആക്രമിക്കുകയാണ് ചെയ്തത്. അതായത് ഈ കാലഘട്ടങ്ങളിൽ ഷേർഖാൻ്റെ കീഴിലായിരുന്നു ചുനാർ കോട്ട ഉണ്ടായിരുന്നത്. ആ ചുനാർ കോട്ട ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. ഇങ്ങനെ ഇദ്ദേഹത്തിന്
പല സമയങ്ങളിലും പല പ്രദേശങ്ങളും കീഴടക്കുവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞുവെങ്കിലും അതിനെ ഒരു കൂടുതൽ കാലം നിലനിർത്തി കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പായ സമയത്ത് അഫ്ഗാൻ ജനറലായിരുന്ന ഷേർഖാനുമായി ഹുമയൂൺ ഒരു സന്ധി ഉണ്ടാക്കുകയാണ്. അതായത് മുഗൾ മേൽക്കോട്ട അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുക എന്നുള്ള രീതിയിൽ ഒരു സന്ധി ഉണ്ടാക്കി. അതായത് മുഗൾ ഭരണം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെ കീഴിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാമെന്ന സന്ധിയിൽ അദ്ദേഹം ഷേർഖാനുമായി കരാറുണ്ടാക്കി, സന്ധി ഉണ്ടാക്കി. അങ്ങനെ താൽക്കാലികമായി മുഗളന്മാരുമായി സന്ധി ഉണ്ടാക്കിയ ഷേർഖാൻ അതുകൊണ്ട് ഒഴിവാക്കുകയല്ല ചെയ്തത്, വളരെ ശക്തമായി തിരിച്ചു വരുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അതായത് ഷേർഖാൻ പിന്നീട് ചെയ്ത ഒരു കാര്യം, മുഗളന്മാരെ ആക്രമിച്ച് കീഴടക്കുവാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും തുടർന്ന് വളരെ ശക്തമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം വലിയൊരു സേനയുമായിട്ട് ഷേർഖാൻ മുഗളന്മാരെ നേരിടുകയുമാണ് ചെയ്തത്. അങ്ങനെ 1539 ചൗസ എന്ന പ്രദേശത്ത് വെച്ച് നടന്ന വലിയ യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ തോൽപ്പിക്കുകയും മുഗളന്മാരുടെ, അതായത് ഡൽഹി, ആഗ്ര, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഷേർഖാൻ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഹുമയൂൺ 1555 വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ മുഗളന്മാരുടെ അധികാരം തിരിച്ചു പിടിക്കുകയും മുഗൾ രാജവംശം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് മൂന്ന് തവണകളിലായിട്ട് മുഗൾ രാജഭരണം ഹുമയൂണിന് നഷ്ടപ്പെടുകയും തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അക്ബറിനെ കുറിച്ചിട്ടാണ്. 114 പേജിലാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ അണ്ടർ അക്ബർ. അക്ബറുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ വ്യാപനം വിശദീകരിക്കുക. നമ്മൾ നേരത്തെ ഷേർഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷേർഷയുടെ മരണത്തിന് ശേഷം ഇവിടെയുള്ള ഭരണാധികാരികൾ ഒരു ഐക്യമില്ലാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത ഭരണാധികാരികളായിരുന്നു, ദുർബലരായ ഭരണാധികാരികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഷേർഷയുടെ മരണത്തിന് ശേഷം അരാജകത്വവും അനൈക്യവും വീണ്ടും തലപൊക്കുകയും 1556 13ാം വയസ്സിലാണ് ഹുമയൂണിൻ്റെ പിൻഗാമിയായി അക്ബർ സ്ഥാനമേൽക്കുന്നത്. ഈ ഷേർഷയ്ക്ക് ശേഷം ഹുമയൂണ് ഈ പ്രദേശങ്ങൾ, ഡൽഹി ഉൾപ്പെടെയുള്ള, ആഗ്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിക്കുന്നുണ്ട്. അതിനുശേഷം 1556 അക്ബർ സ്ഥാനമേൽക്കുന്നത്, ചക്രവർത്തിയായിട്ട്, സുൽത്താനായിട്ട് സ്ഥാനമേൽക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് വയസ്സ് വെറും 13 വയസ്സാണ്. നോക്കണം, 13 വയസ്സിലാണ് അക്ബർ ഹുമയൂണിൻ്റെ പിൻഗാമിയായിട്ട് സ്ഥാനമേൽക്കുന്നത്. ഈ സമയത്ത് ഹുമയൂണിൻ്റെ വിശ്വസ്തനായിരുന്ന ബൈറാം ഖാൻ്റെ രക്ഷാകർത്തത്തിലായിരുന്നു അക്ബർ. അതായത് അക്ബർ ചെറുപ്രായമാണല്ലോ, കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരാൾ ആവശ്യമാണ്. ഇതിന് വേണ്ടി ഉണ്ടായിരുന്നത് ഹുമയൂണിൻ്റെ വിശ്വസ്തനായിരുന്ന ബൈറാം ഖാനാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ട് അല്ലെങ്കിൽ രക്ഷാകർത്താവായിട്ട് ഉണ്ടായത്. ഇങ്ങനെ അക്ബർ അധികാരത്തിൽ വന്ന ശേഷം ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷേർഷയുടെ മരണത്തിന് ശേഷം ഈ സാമ്രാജ്യമെല്ലാം വളരെയധികം ഛിന്നഭിന്നമായി കിടക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് വളരെ സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കാവസ്ഥയിൽ സാമ്രാജ്യം ധാരാളം പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇതിനൊക്കെ എന്ത് ചെയ്യണം, ഒരുമിച്ച് കൂട്ടണം, ഒരു കോർഡിനേഷൻ നടത്തണം. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അക്ബറിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആണ് അക്ബർ ആദ്യം ശ്രദ്ധ ചെലുത്തുന്നത്. രാജ്യം ഒരു കടുത്ത ക്ഷാമം നേരിടുകയായിരുന്നു. ഹിന്ദുസ്ഥാനെ തൻ്റെ കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി അക്ബർ തുടർച്ചയായി 20 വർഷം യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യം. അക്ബറുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി തുടർച്ചയായ 20 വർഷം അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അക്ബർ നേരിട്ട വളരെ ചരിത്ര പ്രസിദ്ധമായ യുദ്ധമായിരുന്നു 2ാം പാനിപ്പത്ത് യുദ്ധം. നമ്മൾ നേരത്തെ 1ാം പാനിപ്പത്ത് യുദ്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെയായിരുന്നു? 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് 1ാം പാനിപ്പത്ത് യുദ്ധം. ഇവിടെ 2ാം പാനിപ്പത്ത് യുദ്ധം, അതായത് അക്ബറും ഹെമുവും തമ്മിലുള്ള
പോരാട്ടമാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തിൽ വരുന്നത്. അക്ബർ ചക്രവർത്തിയായിട്ട് സ്ഥാനാരോഹണം ചെയ്തതിന് ശേഷം അക്ബർ അദ്ദേഹത്തിൻ്റെ രക്ഷാകർത്താവായ ബൈറാം ഖാനോടുകൂടെ ഡൽഹിയിലേക്ക് തിരിച്ചു. 1556 ഇത് സംഭവിക്കുന്നത്. ഈ വളരെ ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അവിടുത്തെ രാജാവായിരുന്ന ഹെമുവുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഈ യുദ്ധത്തിൽ ഹെമു വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഒരു അമ്പ് ഹെമുവിൻ്റെ കണ്ണിലേക്ക് പതിക്കുകയും അദ്ദേഹം ബോധരഹിതനായി വീഴുകയും ചെയ്തു. അങ്ങനെ ഹെമുവിൻ്റെ സൈന്യത്തെ മുഗൾ സൈന്യം പരാജയപ്പെടുത്തുകയും ഹെമുവിനെ വധിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഡൽഹി, ആഗ്ര തുടങ്ങുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമി, ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളും അക്ബറുടെ കീഴിൽ വന്നു, അതായത് മുഗൾ ഭരണത്തിൻ്റെ കീഴിൽ വന്നു. ഈ ഒരു യുദ്ധമാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അക്ബർ ചക്രവർത്തി ഹെമു രാജാവുമായി നടത്തിയ യുദ്ധമാണ് രണ്ടാം പാനിപ്പത്ത് യുദ്ധം. പാനിപ്പത്ത് എന്ന പ്രദേശത്ത് വെച്ച് യുദ്ധം ചെയ്യുകയും അതിൽ ഹെമുവിനെ വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം ഡൽഹി, ആഗ്ര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം അക്ബറിൻ്റെ കീഴിൽ വരികയും ചെയ്യുന്നു. അതായത് വീണ്ടും മുഗൾ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം നടക്കുകയാണ് ഇവിടെ ചെയ്തത്. അതായത് യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പുനഃസ്ഥാപനം നടന്നത് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇലാഹിയാണ്. അക്ബർ സ്ഥാപിച്ച മതത്തിൻ്റെ പേരെന്താണ്? ദീൻ ഇലാഹി. ഒരു മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ, ദീൻ ഇലാഹി. ഇനി 115 പേജ് നോക്കൂ. രാജസ്ഥാൻ. ഇനി ഇന്ത്യയിലെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം എന്ന് മനസ്സിലാക്കിയ അക്ബർ അതിനു വേണ്ടിയിട്ട് വ്യത്യസ്ത വിഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത നാട്ടുരാജാക്കന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. ഇങ്ങനെ രജപുത്രന്മാരുടെ സഹായം ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കണമെങ്കിൽ ആവശ്യമാണെന്ന് അക്ബർ മനസ്സിലാക്കുകയും തൻ്റെ സാമർഥ്യവും നയതന്ത്രജ്ഞതയും ഉപയോഗിച്ചുകൊണ്ട് രജപുത്രന്മാരുടെ മനം കവർന്നു. അതായത് അവരുമായിട്ട് ഒരു മാനസികമായിട്ടുള്ള അടുപ്പത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1562 അംബറിലെ രാജാവായ രാജബഹാരിമൽ അക്ബർക്ക് കീഴടങ്ങുകയും തൻ്റെ മകളെ അക്ബർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എതിരാളികൾ ശക്തരാണ് എന്നുണ്ടെങ്കിൽ രാജാക്കന്മാർ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. കീഴടങ്ങിയിട്ട് അവർക്ക് ടാക്സ് കൊടുക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടും. ഇത്തരത്തിലുള്ള ഒരു തന്ത്രമാണ് ഇവിടെയും പ്രയോഗിച്ചത്. അംബറിലെ രാജാവ് അക്ബറിന് കീഴടങ്ങുകയും തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ രജപുത്രന്മാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കുകയും രാജസ്ഥാൻ്റെ പല മേഖലകളും അക്ബർ കീഴടക്കുകയും ചെയ്തു. അതിനുശേഷം മേവാർ, ബീക്കാനീർ, ജയ്സൽമീർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അക്ബർ കീഴടക്കുന്നുണ്ട്. ഇനി ഈ രാജസ്ഥാൻ്റെ ഇത്തരം പ്രദേശങ്ങളെല്ലാം അല്ലെങ്കിൽ രാജസ്ഥാൻ ഒട്ടുമുക്ക പ്രദേശങ്ങളും കീഴടക്കിയതിന് ശേഷം ഗുജറാത്തിലേക്കാണ് അക്ബർ കടക്കുന്നത്. അതായത് വാണിജ്യപരമായിട്ട് വലിയ മുന്നേറ്റം നടത്തണമെങ്കിൽ ഗുജറാത്ത് കീഴടക്കൽ അത്യാവശ്യമായിരുന്നു. കാരണം അവിടെയുള്ള തുറമുഖം, വലിയ ചരക്ക് നീക്കം നടക്കുന്ന ഒരു തുറമുഖമാണ് ഗുജറാത്തിൽ ഉള്ളത്. അപ്പോൾ വാണിജ്യപരമായ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കണമെങ്കിൽ ഗുജറാത്ത് കീഴടക്കണമെന്ന് അക്ബർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അടുത്ത ലക്ഷ്യം ഗുജറാത്തായിരുന്നു. അക്ബറുടെ അടുത്ത ലക്ഷ്യം ഗുജറാത്തായിരുന്നു. സിന്ധു ഗംഗ സമതലത്തിലെ വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഗുജറാത്ത് കീഴടക്കുന്നത് അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഗുജറാത്ത് കീഴടക്കുകയും അതിനുശേഷം ബീഹാർ, ബംഗാൾ ഉൾപ്പെടെ ഒറീസ, പഞ്ചാബ് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? അക്ബറിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. 1581 അദ്ദേഹം പഞ്ചാബ് കീഴടക്കുന്നത്. ഇങ്ങനെ ഒരു ദീർഘമായ സൈനിക പോരാട്ടം, ഏതാണ്ട് 20 വർഷത്തിലധികം അദ്ദേഹം തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് വലിയ ഒരു സാമ്രാജ്യം അക്ബർ ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ സൈനിക പോരാട്ടങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഹിമാലയം മുതൽ നർമ്മദ വരെയും ഹിന്ദുക്കുഷ് മുതൽ ബ്രഹ്മപുത്ര വരെയുമുള്ള പ്രദേശങ്ങളുടെ എതിരില്ലാത്ത പ്രഭുവായി. അതായത് ഈ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കി. എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ഭാഗമാണ് കേട്ടോ. 2 മാർക്കിനൊക്കെ അക്ബർ കീഴടക്കിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അക്ബറിൻ്റെ സാമ്രാജ്യം ഹിമാലയം മുതൽ നർമ്മദ വരെയും ഹിന്ദുക്കുഷ് മുതൽ ബ്രഹ്മപുത്ര വരെയുമുള്ള പ്രദേശങ്ങളാണ്. ഹിന്ദുക്കുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ഹിന്ദുക്കുഷ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഹിമാലയം മുതൽ നർമ്മദ വരെയും ഹിന്ദുക്കുഷ് മുതൽ ബ്രഹ്മപുത്ര വരെയുമുള്ള മുഴുവൻ പ്രദേശങ്ങളും അക്ബറിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായി മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ചക്രവർത്തിയാണ്, ഭരണാധികാരിയാണ് ജഹാംഗീർ. അതായത് അക്ബറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സലീം എന്നാണ് കേട്ടോ. സലീം രാജകുമാരൻ സലീം എന്നാണ്. അദ്ദേഹം ജഹാംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയാണ് ചെയ്തത്. 1605 അക്ബർ മരണപ്പെട്ടതിന് ശേഷം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായ സലീം രാജകുമാരൻ ജഹാംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിലെത്തുകയാണ് ചെയ്തത്. ജഹാംഗീർ അധികാരത്തിലെത്തിയ ഉടനെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം 12 ശാസനങ്ങൾ അദ്ദേഹം പുറപ്പെടുവിച്ചു. ജനങ്ങൾക്ക് ഉതകുന്നതായ 12 കാര്യങ്ങളാണ് അദ്ദേഹം പുറപ്പെടുവിച്ചത്. അദ്ദേഹം രാജ്യത്തുള്ള എല്ലാ ആളുകളെയും ജനക്ഷേമത്തിനുള്ള ആളുകളാണ് അല്ലെങ്കിൽ ജനക്ഷേമകരാണ് എന്ന് കരുതുകയും അതിനെ ഒരു പൊതു പെരുമാറ്റച്ചട്ടമായി അംഗീകരിക്കണമെന്ന് ചക്രവർത്തി നിഷ്കർഷിച്ചിരുന്നു. അതായത് മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും ഒരു വ്യത്യസ്ത രാജാവ് കൂടെയായിരുന്നു ജഹാംഗീർ എന്ന് പറയുന്ന ചക്രവർത്തി. പൊതുവായിട്ട് ജനങ്ങൾക്ക് സേവന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉള്ള ക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നുള്ളത് നീതിയുടെ ചങ്ങല സ്ഥാപിച്ചു. അതായത് നീതി നടപ്പാക്കുന്നതിൽ വളരെ അധികം പ്രാമുഖ്യം വഹിച്ചിരുന്നൊരു രാജാവായിരുന്നു ജഹാംഗീർ. എല്ലാ ആളുകൾക്കും നീതി നടപ്പാക്കുക, ഏറ്റവ്യത്യാസമില്ലാതെ നീതി നടപ്പാക്കുന്ന കാര്യത്തിലും ജഹാംഗീർ ശ്രദ്ധിച്ചിരുന്നു. ഇനി ജഹാംഗീർ അധികാരത്തിൽ വന്ന് അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനായിരുന്ന ഖുസ്രു രാജകുമാരൻ അദ്ദേഹത്തിനെതിരെ കലാപക്കൊടി ഉയർത്തി. ഈ ഖുസ്രു എന്ന് പറയുന്ന ഖുസ്രു രാജകുമാരൻ ഒരു ജനപ്രിയനായിരുന്നു. അതായത് ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ അനുയായികളുടെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹം രാജാവിനെതിരെ കലാപം ഉണ്ടാക്കുകയും ഇത് ജഹാംഗീർ മുഖവിലക്കെടുത്ത് അധികം കലാപത്തിന് അനുവദിക്കാതെ ഈ രാജകുമാരനെ പിടിച്ച് ജയിലിലടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജനപ്രിയനായ ഈ രാജകുമാരനെ പിടിച്ച് ജഹാംഗീർ ജയിലിലടച്ചു. ഖുസ്രുവിനെ സഹായിച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് 5ാമത്തെ സിഖ് ഗുരുവായിരുന്ന അർജുൻ സിംഗിനെയും ഇദ്ദേഹം ജയിലിലടക്കുകയും ശേഷം വധശിക്ഷയ്ക്ക് വിധിക്കുകയുമാണ് ചെയ്തത്. ഈ വധശിക്ഷ സിഖ് ഗുരുവിൻ്റെ വധശിക്ഷ സിഖ് സമൂഹത്തെ രാജാവിൻ്റെ ശത്രുക്കളാക്കി മാറ്റിയത് സ്വാഭാവികമാണല്ലോ. അവർ സിഖ് പെട്ട ഒരു വ്യക്തിയെയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗുരുവിനെയാണ് കൊന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജാവും സിഖുകാരും തമ്മിലുള്ള ഒരു ശത്രുതയുണ്ടാക്കുകയും അത് പിന്നീട് കലാപത്തിലേക്ക് കാരണമാക്കുകയും ചെയ്തു. അങ്ങനെ 1612 ബംഗാളിൽ പുറപ്പെട്ട അഫ്ഗാൻ കലാപം അടിച്ചമർത്തി എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല നേട്ടങ്ങളിൽ പ്രധാനമായ ഒരു നേട്ടം എന്ന് പറയുന്നത്. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് രജപുത്രർക്കെതിരെ അദ്ദേഹം കൈവരിച്ച വിജയമാണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ. ഒന്നാമത്തത് അഫ്ഗാൻ കലാപം അടിച്ചമർത്തി രജപുത്രന്മാർക്കെതിരെ വലിയ വിജയം കൈവരിച്ചു. ഈ കാര്യങ്ങളാണ് ജഹാംഗീറിനെ കുറിച്ച് പറയുന്നത് കേട്ടോ.
ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 116 പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യനാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പോളിസീസ് ഓഫ് ഔറംഗസീബ്. ഔറംഗസീബിൻ്റെ നയങ്ങൾ ചുരുക്കി വിവരിക്കുക. ഇനി ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ഔറംഗസീബ് എന്ന് പറയുന്നത്. ഷാജഹാൻ്റെ മകനാണ് ഔറംഗസീബ്. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ സിംഹാസനം ഭരിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ അധികാരം നൽകുവാൻ ഉദ്ദേശിച്ചിരുന്നത് മൂത്ത പുത്രനെയായിരുന്നു. പക്ഷേ 3ാമത്തെ മകനാണ് ഔറംഗസീബ്. ഈ ഔറംഗസീബ് ഷാജഹാനെ പിടിച്ച് തടവിലാക്കുകയും ശേഷം സിംഹാസനം സ്വന്തമാക്കുകയുമാണ് ചെയ്തത്. ഷാജഹാൻ സിംഹാസനത്തിലേക്ക് ഉദ്ദേശിച്ചത് മൂത്ത പുത്രനെയായിരുന്നെങ്കിലും 3ാമത്തെ പുത്രനായ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി സിംഹാസനം തിരിച്ചു പിടിച്ചു. 1658 ഷാജഹാനെ തടവിലാക്കിയ ശേഷം ഔറംഗസീബ് സ്ഥാനാരോഹണം ചെയ്തു. സ്ഥാനാരോഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്രവർത്തിയായിട്ട് നമ്മൾ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമല്ലോ, അതിനെയാണ് സ്ഥാനാരോഹണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇദ്ദേഹം സുൽത്താനായി അധികാരമേറ്റു. ഈ ഔറംഗസീബിൻ്റെ ഭരണത്തെ രണ്ടായിട്ട് വിഭജിക്കാറുണ്ട്. ഔറംഗസീബിൻ്റെ ഭരണത്തെ രണ്ടായി വിഭജിക്കാറുണ്ട്. ഒന്ന് 1658 മുതൽ 1681 വരെയുള്ള കാലഘട്ടം. ഇനി 1680 ശേഷമുള്ള കാലഘട്ടം. ഈ 1681 വരെ അദ്ദേഹം ഉത്തരേന്ത്യയിലാണ് ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനവും മറ്റു കാര്യങ്ങളും രാജകൊട്ടാരങ്ങളെല്ലാം എവിടെയായിരുന്നു? ഉത്തരേന്ത്യയിലായിരുന്നു. ശേഷം 1681 തൻ്റെ കോർട്ടും സൈന്യത്തിൻ്റെ സിംഹാസനവും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഡക്കാനിലേക്ക് മാറ്റി. ഉത്തരേന്ത്യയിൽ നിന്നും ഡക്കാനിലേക്ക് മാറ്റി. ശേഷം ഡക്കാൻ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി ഔറംഗസീബ് അതിഭക്തനായ ഒരു സുന്നി മുസ്ലിമായിരുന്നു. മറ്റുള്ളവരൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷേ സുന്നി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു ഔറംഗസീബ്. അദ്ദേഹം ഖുറാൻ വിരുദ്ധം എന്ന് കരുതിയിരുന്ന നികുതികളെ നിർത്തലാക്കി. അതായത് ഒരു ഇസ്ലാമിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണം നടത്തുവാനാണ് പലപ്പോഴും ഔറംഗസീബ് ശ്രമിച്ചിരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇസ്ലാം വിരുദ്ധം എന്ന് പറയപ്പെടുന്ന നികുതികളൊക്കെ അദ്ദേഹം നിർത്തലാക്കി. അതുപോലെ രാജ്യത്ത് ആഡംബരമായി നടത്തുന്ന നൗറസ് അദ്ദേഹം നിരോധിച്ചു. നൗറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ എന്നൊക്കെ പറയാമല്ലോ. ഇതുപോലെ പാഴ്സികൾ അല്ലെങ്കിൽ പേർഷ്യ രാജ്യമുണ്ടായിരുന്നു. പേർഷ്യക്കാർ, ഇന്നത്തെ അഫ്ഗാന്, ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം ഉണ്ടല്ലോ, അവരുടെ ഹിജ്റ കലണ്ടർ പ്രകാരമുള്ള ഒരു ആഘോഷമാണ് ഇത് ഈ നൗറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കുമല്ലോ, അതാണ് കരുതിയാൽ മതി. അത്തരത്തിലുള്ള ഒരു ആഘോഷമാണ് നൗറസ്. ഇങ്ങനെ ഈ രാജ്യത്ത് ആഡംബരമായി നടത്തിയിരുന്ന നൗറസ് അദ്ദേഹം നിരോധിച്ചു. അതുപോലെ സംഗീത സംഘത്തെയും കൊട്ടാര സംഗീതജ്ഞരെയും അദ്ദേഹം പിരിച്ചയച്ചു. സംഗീതം അവരുടെ ഖുറാനിൽ അല്ലെങ്കിൽ സുന്നി മുസ്ലിങ്ങളെ സംബന്ധിച്ച് സംഗീതമൊന്നും പാടില്ല. അതുകൊണ്ട് സംഗീതത്തെ അദ്ദേഹം നിരോധിച്ചു. അതുപോലെ കൊട്ടാരത്തിലെ നൃത്ത സംഘത്തെയും അദ്ദേഹം ഒഴിവാക്കി. പിന്നെ മദ്യം, ലഹരി പദാർത്ഥങ്ങൾ ഇതിനെയൊക്കെ ഒഴിവാക്കി. നൃത്തം, ചൂതാട്ടം തുടങ്ങിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. അപ്പോൾ ഇദ്ദേഹം ഖുറാനിനെ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ ഇസ്ലാമിനെ അധിഷ്ഠിതമാക്കിയുള്ള ഭരണം കൊണ്ടുവരുവാനാണ് ഔറംഗസീബ് ശ്രമിച്ചത്. പിന്നെ ഇത് മാത്രമല്ല, അളവ് തൂക്ക നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു. ഇനി ഇതിനു പുറമെ സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് രാജാക്കന്മാർ തുലാഭാരം നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സ്വർണം, വെള്ളി വെച്ചുകൊണ്ട് തുലാഭാരം നടത്തുമല്ലോ. ഈ ഒരു തുലാഭാര രീതി ഔറംഗസീബ് നിർത്തലാക്കി. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇസ്ലാമികപരമായ അല്ലെങ്കിൽ ഖുറാനിനെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു ഭരണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഭൗതിക നേട്ടങ്ങളെ പറ്റിയുള്ള ചിന്ത
ഒരു വിധത്തിലും അദ്ദേഹത്തിനെ സ്വാധീനിച്ചില്ല. ഭൗതിക നേട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളെയൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അഭൗതിക ലോകത്തേക്കുള്ള ജീവിതമാണ് അദ്ദേഹം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതം ഉണ്ട്, പുനർജന്മമുണ്ട് എന്നൊരു വിശ്വസിക്കുന്ന ആളായിരുന്നു ഔറംഗസീബ്. അപ്പോൾ അത്തരത്തിലുള്ള ഭരണം കൂടെയാണ് ഔറംഗസീബ് ഇവിടെ കാഴ്ചവെച്ചിരുന്നത്. അതുപോലെ ഒരു ലളിതമായ ജീവിതമാണ് ഔറംഗസീബ് നയിച്ചിരുന്നത്. അപ്പോൾ മറ്റുള്ള മുഗൾ രാജാക്കന്മാരിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായ ഭരണാധികാരിയായിരുന്നു ഔറംഗസീബ്. പിന്നെ നെക്സ്റ്റ് 117 പേജ് നോക്കൂ. 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ മുഗൾസ്. മുഗൾ ഭരണം നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. പ്രധാനമായിട്ടും മുഗൾ രാജാക്കന്മാർ നേരിട്ട പ്രധാനപ്പെട്ട ശക്തികൾ എന്ന് പറയുന്നത് രജപുത്രന്മാരും മറാത്തകളും ആയിരുന്നു. രജപുത്രന്മാർ അവർ രാജസ്ഥാനിലുള്ള വിഭാഗമാണ് രജപുത്രന്മാർ എന്ന് പറയുന്നത്. മറാത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, ഇന്നത്തെ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ രാജസ്ഥാൻ, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പ്രദേശത്തുള്ള ആളുകളായിരുന്നു, നാട്ടുരാജാക്കന്മാരായിരുന്നു പലപ്പോഴും മുഗൾ ഭരണത്തിന് വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നത്. അതിലൊന്നാമത്തത് രജപുത്രന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. മുഗൾ സൈന്യത്തിലെ ഹിന്ദു സേനാ നായകന്മാരിൽ നിന്ന് ജോൺപൂർ മഹാരാജ ജസ്വന്ത് സിംഗ് ആയിരുന്നു പ്രധാന പ്രമുഖൻ എന്ന് പറയുന്നത്. ഹിന്ദു സേനയിലെ മഹാരാജ ജസ്വന്ത് സിംഗ്. അദ്ദേഹം 1678 വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു യുദ്ധത്തിൽ വെച്ച് മരിച്ചുപോയി. ഇതോടെ അദ്ദേഹത്തിൻ്റെ രാജ്യം ഔറംഗസീബ് പിടിച്ചെടുക്കുകയും മുഗൾ സാമ്രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു. ഇങ്ങനെ ഇതിന് എതിരായിട്ട് വലിയ ഒരു എതിർപ്പുണ്ടാകുമെന്ന് മനസ്സിലാക്കുകയും ഇതിനെ മറികടക്കുവാൻ വേണ്ടി അദ്ദേഹം അജ്മീറിലെത്തി. അദ്ദേഹം നേരിട്ട് തന്നെ അജ്മീറിലെത്തി. അജ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രാജസ്ഥാൻ്റെ ഒരു പ്രമുഖ സ്ഥലമാണ് അജ്മീർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം അജ്മീറിലെത്തുകയും അവിടെയുള്ള രജപുത്രന്മാരുമായിട്ട് നിരന്തരം യുദ്ധം ഉണ്ടാവുകയും ചെയ്തു. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടുരാജാക്കന്മാരുമായിട്ട് പലപ്പോഴും ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പലപ്പോഴും പോയിരുന്നത്. ഇവിടെ ഈ സേനാനായകൻ്റെ മരണത്തോടുകൂടി ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമം നടത്തിയതോടുകൂടെ രജപുത്രന്മാർ മുഗൾ രാജാധികാരികളോട് അല്ലെങ്കിൽ മുഗൾ സൈന്യത്തിനോട് അവർ എതിരാകേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും ഒരു നീണ്ട കാലം അവർ തമ്മിൽ, മുഗളന്മാരും രജപുത്രന്മാരും തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നു. അങ്ങനെ ഒരു കഠിനമായ പരിശ്രമത്തിൽ ഔറംഗസീബിന് അല്ലെങ്കിൽ മുഗൾ ഭരണാധികാരികൾക്ക് മേവാറ് പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തുടക്കത്തിലൊന്നും പിടിച്ചെടുക്കുവാൻ സാധ്യമായിരുന്നില്ല. അവസാനം 1679 മാവാർ, ഉദയ്പൂർ, ചിറ്റൂർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ, ഇതൊക്കെ രാജസ്ഥാനിലെ പ്രദേശങ്ങളാണ് കേട്ടോ. ഈ പ്രദേശങ്ങളൊക്കെ മുഴുവനായിട്ട് അദ്ദേഹം പിടിച്ചെടുക്കുകയും നാടാകെ കൊള്ളയടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഈ സമയത്ത് രജപുത്രന്മാർ അരാമലി മലനിരകളിലെ കോട്ടകളിൽ അഭയം തേടി. അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി അവർ മലമുകളിൽ പ്രവേശിച്ചു, മലമുകളിൽ അഭയം തേടി. പക്ഷേ ഇവർ മലമുകളിൽ നിന്ന് പലപ്പോഴും മുഗൾ സൈന്യത്തിനെതിരെ നിരന്തരമായ മിന്നലാക്രമണങ്ങൾ നടത്തി. മിന്നലാക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്തൊക്കെ ആക്രമിക്കുമല്ലോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ നടത്തി ഈ മുഗൾ സൈന്യത്തിന് പലപ്പോഴും ഒരു തലവേദനയായി മാറിയിരുന്നു രജപുത്രന്മാർ. അപ്പോൾ രജപുത്രന്മാരെ പരിപൂർണമായിട്ട് കീഴടക്കുവാനും സാധിച്ചില്ല, എന്നാൽ രജപുത്രന്മാർ പരിപൂർണമായിട്ട് കീഴടങ്ങുകയും ചെയ്തില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ മിന്നലാക്രമണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് പതിവായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രജപുത്രന്മാരുമായുള്ള യുദ്ധം മുഗളന്മാരുടെ പ്രശസ്തിക്ക് മങ്ങലേൽപ്പിച്ചു. അതായത് ഒരു പരിപൂർണമായ വിജയം രജപുത്രന്മാരുടെ മേലിൽ നേടുവാൻ സാധിച്ചില്ല. കീഴടക്കിയെന്ന് വെച്ചാൽ കീഴടക്കിയിട്ടുണ്ട്, എന്നാൽ അവരുടെ ആക്രമണം പലപ്പോഴും നേരിടേണ്ടി വരുന്ന സഹായം ഉണ്ടായിട്ടുണ്ട്.
ഇതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടായത് ഈ മുഗളന്മാർക്ക് ഈ പ്രശസ്തരായിട്ടുള്ള ധീരരായിട്ടും പ്രശസ്തരുമായിട്ടുള്ള ഈ രജപുത്രന്മാരുടെ സഹായം മുഗളന്മാർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു മുഗളന്മാരെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് മുഗൾ ഭരണാധികാരികൾ നേരിട്ടിരുന്ന മറ്റൊരു വിഭാഗമായിരുന്നു മറാത്തകൾ എന്ന് പറയുന്ന വിഭാഗം. മറാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മഹാരാഷ്ട്ര ഉൾപ്പെടുന്ന പ്രദേശത്താണ് മറാത്തകൾ ഉണ്ടായിരുന്നത്. 17-ാം നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉദയം ചെയ്ത പ്രധാനമായ ഒരു ശക്തികളാണ് മറാഠികൾ എന്ന് പറയുന്നത്. ഈ മറാഠികളുടെ ഉയർച്ചയ്ക്ക് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാമത്തത് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളായിരുന്നു. 118-ാമത്തെ പേജ് നോക്കൂട്ടോ. അതായത് അവരുടെ പ്രദേശം ഭൂമി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ വരണ്ട കാലാവസ്ഥയും തീരെ ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണും കഠിനാധ്വാനികളാക്കുവാൻ മറാത്തകളെ നിർബന്ധിതരാക്കി. അപ്പോൾ നന്നായിട്ട് അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വിളവ് ഉണ്ടാവുകയുള്ളൂ. അവിടുത്തെ ഭൂമി ഒന്നാമത്തത് വരണ്ട കാലാവസ്ഥ, വെള്ളം ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യം, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള മണ്ണ് ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണ്, വിളവ് തീരെ കമ്മി. ഇതുകൊണ്ട് തന്നെ നല്ല കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വിളവ് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഒന്നാമത്തെ ഇവരെ പ്രധാനപ്പെട്ട ശക്തികളാക്കി മാറ്റുവാനുള്ള ഒന്നാമത്തെ കാരണം. കഠിനാധ്വാനികളായിരുന്നു. രണ്ടാമത്തത് സാംസ്കാരിക ഘടകങ്ങൾ. സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിൻ്റെ വിത്തുകൾ പാകിയ ഒരു സംസ്കാരം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് 15-16 നൂറ്റാണ്ടുകളിൽ ശക്തമായ ഒരു മറാത്ത സാഹിത്യം ഉദയം ചെയ്തു. ഇപ്പോൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സമൂഹത്തിൽ എന്ത് ചെയ്യുക, വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പം നിലവിലുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, മാറ്റം കൊണ്ടുവരിക. നമ്മുടെ പല സംസ്കാരങ്ങളുണ്ടല്ലോ, അതിൽ നമ്മളുടെ ചിന്തക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരിക. പഴയ ആചാരങ്ങളോ മറ്റ് രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു മോഡേൺ കാര്യങ്ങൾ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ അവിടെയുള്ള നവോത്ഥാന പരിഷ്കർത്താക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതിലൂടെ സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ അവർക്ക് സാധിച്ചു. മൂന്നാമത്തത് ഭരണ സൈനിക പരിചയം. ഡക്കാൻ സുൽത്താൻമാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പല മറാത്ത നേതാക്കന്മാരും രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടും ഭരണപരവുമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മറാത്തയിലുള്ള ഇപ്പോഴത്തെ സൈനികരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലൊക്കെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് മുമ്പ് ഔറംഗസീബിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഡക്കാനിൽ സുൽത്താൻമാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സുൽത്താൻമാരുടെ കീഴിൽ ഒരു കൃത്യമായ പരിശീലനത്തിലൂടെ സൈനികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലൊക്കെ അല്ലെങ്കിൽ ഭരണപരമായിട്ടൊക്കെ അവർക്ക് പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസിലൂടെയാണ് അവർ വലിയ ഒരു ശക്തികളായി മാറുകയും പലപ്പോഴും മുഗൾ രാജാക്കന്മാർക്കൊരു തലവേദനയാവുകയും ചെയ്തത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ശിവജിയെ കുറിച്ചിട്ടാണ്. മുഗൾ ഭരണാധികാരികൾ നേരിടേണ്ടി വന്ന മറ്റൊരു രാജാവാണ് ശിവജി. ശിവജിയെക്കുറിച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. 118-ാമത്തെ പേജിൽ കേട്ടോ. 10-ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് ഇൻവേഷൻ ഓഫ് ശിവജി. ശിവജിയുടെ ഭരണപരിഷ്കാരങ്ങളും ആക്രമണങ്ങളും എഴുതുക. ഡക്കാൻ രാജ്യങ്ങളുടെ ദൗർബല്യവും മുഗളന്മാരുടെ നിരന്തര യുദ്ധങ്ങളും ശിവജിയുടെ ഉയർച്ചയ്ക്ക് സഹായകമായി. അതായത് ഡക്കാൻ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് മുഗളന്മാർ പലപ്പോഴും അവരുടെ ഭരണത്തിൻ്റെ വികാസം നടത്തിയിരുന്നത്. ഇതാര് മുതലെടുത്തു? ശിവജി മുതലെടുത്തു. മറ്റുള്ള പ്രദേശങ്ങൾ, ഡക്കാൻ അല്ലാത്ത പല പ്രദേശങ്ങളും അവിടെയുള്ള പല കോട്ടകളും ശിവജി കീഴടക്കി. പല കോട്ടകളും അതിൻ്റെ പരമ്പരാഗതമായ ഉടമസ്ഥരിൽ നിന്നും ശിവജി കൈയടക്കി. മാത്രമല്ല സ്വന്തമായി ധാരാളം കോട്ടകൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. അല്ലേ, കോട്ടകൾ നിർമ്മിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ആ പ്രദേശങ്ങൾ സേഫായിരിക്കും. കാരണം കോട്ടകൾ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് സൈനികരെ, മറ്റുള്ള എതിരാളികളെ സംബന്ധിച്ച് കുറച്ചധികം ദുഷ്കരമാണ്.
അപ്പോൾ ഇത്തരത്തിൽ പല കോട്ടകൾ ശിവജി കീഴടക്കുകയും ധാരാളം കോട്ടകൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. 1657 ശിവജി ആദ്യമായി മുഗളന്മാരുമായി ഏറ്റുമുട്ടുന്നത്. 1657 മുഗളന്മാരുമായി ആദ്യം ഏറ്റുമുട്ടുന്നത്. ശിവജിയെ തകർക്കാൻ ശ്രമിച്ച ബിജാപൂർ ജനറൽ അഫ്സൽ ഖാനെ വധിച്ച് ആ പ്രദേശം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. അപ്പോൾ ബിജാപൂർ എന്ന് പറയുന്ന പ്രദേശം ശിവജി അവിടെയുള്ള ജനറലിനെ വധിക്കുകയും ആ പ്രദേശം ശിവജിയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഇനി മറ്റൊന്ന്, ശിവജിയുടെ പരാക്രമണത്തിൽ ഔറംഗസീബ് ശിവജിയെ വകവരുത്തുവാൻ വേണ്ടി ഡക്കാൻ വൈസ്രോയി ആയിരുന്ന ഷെയ്സ്താ ഖാനെ നിയോഗിച്ചു. അപ്പോൾ നിരന്തരം ഒരു മുഗളന്മാർക്ക് തലവേദനയായിട്ടാണ് ശിവജി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ശിവജിയെ വകവരുത്തുവാൻ, അതായത് ശിവജിയെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഔറംഗസീബ് തീരുമാനിക്കുകയും ആ സമയത്ത് ഡക്കാനിലെ വൈസ്രോയി ആയിരുന്ന ഷെയ്സ്താ ഖാനെ നിയോഗിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഇദ്ദേഹം ശിവജി 1660 ഗാൻപൂനെയും ചക്കാൻ കോട്ടയും കൈവശപ്പെടുത്തി അതിനുശേഷം ബീജാപൂരുമായിട്ടൊരു സമാധാന സന്ധി ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഷെയ്സ്താ ഖാനുമായിട്ട് ഒരു സന്ധിയിലാവുകയും ശേഷം ആ ഒരു പ്രദേശം കീഴടക്കുകയും പിന്നീട് മുഗളന്മാർക്കെതിരെ ശക്തമായ യുദ്ധം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ 1660 ഗാൻപൂനെയും ചക്കാൻ കോട്ടയും കൈവശപ്പെടുത്തി ശിവജി ബീജാപൂരുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് മുഗളരെ നേരിടുവാൻ വേണ്ടി അദ്ദേഹത്തിന് അവസരം നൽകി. അങ്ങനെ 1664 ശിവജി പടിഞ്ഞാറൻ തീരത്തുള്ള അതിസമ്പന്നമായ മുഗൾ തുറമുഖം സൂററ്റ് ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതായത് ഗുജറാത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വലിയൊരു തുറമുഖമാണ്. ധാരാളം വാണിജ്യപരമായ ചരക്ക് നീക്കങ്ങൾ നടക്കുന്നത് ഈ ഒരു തുറമുഖത്തിലൂടെയാണ്. അപ്പോൾ ഈ തുറമുഖം ശിവജി കീഴടക്കുകയും ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള സമ്പത്ത് അദ്ദേഹം കൊള്ളയടിക്കുകയും ചെയ്തു. 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ ശതകോടികളായിരിക്കും. അപ്പോൾ അത്രത്തോളം സമ്പത്ത് ആ തുറമുഖം കീഴടക്കുന്നതിലൂടെ ശിവജിക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് പറയുന്നത് ശിവജിയുടെ കീഴിലെ ഭരണ സംവിധാനങ്ങളാണ്. നമ്മൾ ഓരോ രാജാക്കന്മാരും അവരുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഇനി പറയുന്നത് ശിവജിയുടെ ഭരണ സംവിധാനം ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. ഇവിടെ രാഷ്ട്രത്തിൻ്റെ തലവൻ ശിവജി തന്നെയായിരുന്നു. എന്നാലും ഭരണകാര്യങ്ങൾ സഹായിക്കുവാൻ വേണ്ടിയിട്ട് 8 അംഗ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ഇതൊരു വ്യത്യസ്തമാണ് കേട്ടോ. മിക്ക രാജാക്കന്മാർക്കും മന്ത്രിമാരുണ്ടായിരുന്നു. ഇവിടെ കേന്ദ്രഭരണമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ രാഷ്ട്രത്തലവൻ ശിവജി, അതിൻ്റെ താഴെ 8 അംഗ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ഇനി രാജ്യത്തെ പ്രവിശ്യകളായി വിഭജിച്ചു. അറിയാലോ, രാജ്യത്തെ പ്രവിശ്യകളാക്കി വിഭജിച്ചു. പ്രവിശ്യകൾ ആരാണ് ഭരിക്കുക? ഗവർണറാണ് ഭരിച്ചിരുന്നത്. പ്രവിശ്യ ഭരിക്കുന്നത് ഗവർണറാണ്. ഇനി പ്രവിശ്യകളെ വീണ്ടും പർഗാനകളായി തരംതിരിച്ചു. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, സാമ്രാജ്യം, അതിനെ സംസ്ഥാനങ്ങൾ, ജില്ലകൾ, പഞ്ചായത്തുകൾ എന്നൊക്കെ പറയുമല്ലോ. അത് ഇതിൻ്റെ വിസ്തീർണത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ 2 or 3 ഇന്നത്തെ സംസ്ഥാനങ്ങളൊക്കെ ചേരുമ്പോഴായിരിക്കും ഒരു പ്രവിശ്യ ആകുന്നത്. അപ്പോൾ എന്നിരുന്നാലും ആദ്യം രാജ്യത്തിനെ പ്രവിശ്യകളാക്കി തരംതിരിച്ചു. പ്രവിശ്യകളെ ഭരിച്ചിരുന്നത് ഗവർണറായിരുന്നു. പ്രവിശ്യകളെ പർഗാനകളാക്കി തരംതിരിച്ചു. പർഗാനകളെ തരാഫകൾ കേട്ടോ, പേരിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. പർഗാനകളെ തരാഫകളാക്കി വിഭജിച്ചു. ഇനി ഏറ്റവും താഴെയുള്ള ഘടകം എന്ത് തന്നെയായിരുന്നു? ഗ്രാമമായിരുന്നു. മിക്ക ഭരണാധികാരികളുടെയും ഏറ്റവും താഴെയുള്ള ഘടകം എന്തായിരുന്നു? ഗ്രാമമായിരുന്നു. ഗ്രാമത്തിൻ്റെ ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കായിരുന്നു, ഗ്രാമപഞ്ചായത്തുകൾ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശിവജിയുടെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നികുതി സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ്. വളരെ കാര്യക്ഷമമായ രീതിയിലായിരുന്നു നികുതി സമ്പ്രദായം ഉണ്ടായിരുന്നത്.
കൃഷിക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുകയാണ് ചെയ്തിരുന്നത്. കൃഷിക്കാരിൽ നിന്നും ഉദ്യോഗസ്ഥർ നേരിട്ട് നികുതി പിരിക്കുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. നികുതി തീരുമാനിക്കുന്നതിന് മുമ്പ് ഭൂമി സർവേ ചെയ്ത് തിട്ടപ്പെടുത്തിയിരുന്നു. അത് മുമ്പ് ചില രാജാക്കന്മാരൊക്കെ ചെയ്തിരുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മൾ നല്ല ഭൂമി, ഇടത്തരം ഭൂമി, മോശം ഭൂമി എന്നൊക്കെ തരംതിരിച്ചിരുന്നല്ലോ. ഇവിടെ ശിവജി ഇതുപോലെ ഉൽപ്പാദനത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ കൃഷിക്ക് മുമ്പായിട്ട് ഭൂമി സർവേ ചെയ്ത് തിട്ടപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഉൽപ്പാദനത്തിൻ്റെ 30% നികുതിയായി നൽകണമായിരുന്നു. ടാക്സ് എത്രയാണ്? ഉൽപ്പാദനത്തിൻ്റെ 30%. ചിലവർ മൂന്നിലൊരു ഭാഗം, 10-1 ഭാഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശിവജി എന്തായിരുന്നു? 30%, അതായത് 3/10 എന്നർത്ഥം കേട്ടോ. 10-ൽ 3 ഭാഗം 30% നികുതിയായി നൽകണമായിരുന്നു. കൂടാതെ മുഗൾ പ്രവിശ്യകളിൽ നിന്നും ബീജാപൂരിലെ ജില്ലകളിൽ നിന്നും ചൗത്ത് എന്നും സർദേശ് മുഖി എന്നും വിളിക്കുന്ന ഒരു പ്രത്യേക തരം നികുതി ശിവജി പിരിച്ചിരുന്നു. അതായത് സർദേശ് മുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചെടുക്കപ്പെട്ട ശത്രുരാജ്യങ്ങളിൽ നിന്നും ഈടാക്കിയ നികുതിയായിരുന്നു സർദേശ് മുഖി. പിടിച്ചെടുക്കപ്പെട്ട ശത്രുരാജ്യം, അതായത് ശിവജി ഏതെങ്കിലും ഒരു പ്രദേശം കീഴടക്കി കഴിഞ്ഞാൽ അത് ശിവജിയുടെ കീഴിൽ വരികയും അവിടെയുള്ള ഭരണാധികാരിക്ക് ഭരിക്കുവാനുള്ള അനുമതി നൽകുകയും ചെയ്യും. പക്ഷെ അവരെന്ത് കൊടുക്കണം? സർദേശ് മുഖി എന്ന് പറയുന്ന ഒരു പ്രത്യേക നികുതി ഈ ശിവജി രാജാവിന് കൊടുക്കണമായിരുന്നു. ഇപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ചൗത്ത് അല്ലെങ്കിൽ സർദേശ് മുഖി, പിടിച്ചെടുക്കപ്പെട്ട ശത്രുരാജ്യങ്ങളിൽ നിന്നും ഈടാക്കിയ നികുതിയായിരുന്നു സർദേശ് മുഖി. ഇനി മറ്റൊരു കാര്യം പറയുന്നത്, ശിവജിയുടെ പ്രവർത്തനങ്ങളിൽ കോട്ടകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. അതായത് ധാരാളം കോട്ടകൾ അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ധാരാളം കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കോട്ടകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു കാര്യമായിരുന്നു കോട്ടകൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേക ശ്രദ്ധ നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹം 53-ാം വയസ്സിലാണ് മരണപ്പെടുന്നത് കേട്ടോ. 53-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് ശിവജിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ശിവജിയെപ്പോലെ കരുത്തന്മാരായിരുന്നില്ല. അങ്ങനെ ഭരണം പല സമയങ്ങളിലായിട്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അത് മിക്ക കരുത്തരായ രാജാക്കന്മാരാണെങ്കിലും അവരുടെ ശേഷം വരുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ഭരണാധികാരികൾ മിക്കപ്പോഴും കരുത്തരല്ലാത്ത ആളുകളായിരിക്കും. ശിവജിയുടെ പിൻഗാമികളും ഇതേ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ അവസാനമായിട്ട് 3-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നുണ്ട്. 1-ാം പാനിപ്പത്ത് യുദ്ധം, 2-ാം പാനിപ്പത്ത് യുദ്ധം, 3-ാം പാനിപ്പത്ത് യുദ്ധം. 3-ാം പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത് 1761-ലാണ്. 119-ാമത്തെ പേജിൽ കേട്ടോ. ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ തേർഡ് പാനിപ്പത്ത് വാർ. 3-ാം പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ചൊരു വിവരണം നൽകുക. 119-ാമത്തെ പേജിൽ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1761 ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. ആരൊക്കെയായിരുന്നു? അഫ്ഗാൻ അധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലി. ഒന്നാമത്തത് അഫ്ഗാൻ അധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലി, അതുപോലെ മറാഠികൾ. ഈ 2 വിഭാഗങ്ങൾ തമ്മിലാണ് യുദ്ധം നടത്തിയിരുന്നത്. അതായത് ഈ യുദ്ധത്തിനുള്ളൊരു കാരണം അഫ്ഗാൻകാരുടെ കീഴിലായിരുന്ന പഞ്ചാബ് മറാഠികൾ പിടിച്ചെടുത്തു. ഇതുകൊണ്ടാണ് അഫ്ഗാൻ അധികാരിയായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലിയും മറാഠികളും തമ്മിൽ പാനിപ്പത്തിൽ വെച്ച് യുദ്ധം നടന്നത്. ഇതാണ് 3-ാമത്തെ യുദ്ധം അല്ലെങ്കിൽ 3-ാം പാനിപ്പത്ത് യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ മറാഠികൾക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. എല്ലാ ഭാഗങ്ങളും കേൾക്കുക. 10-ാമത്തെ ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. എല്ലാ വോയിസ് ക്ലാസ്സുകളും കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. നോട്ട്സ് എഴുതെടുക്കുകയും വേണം കേട്ടോ. ഓക്കെ, ശരി.